Hey, all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. A very special announcement or very special message for you. What I can hear for you is you guys are attracting money. നിങ്ങളുടെ ലൈഫിൽ പണം അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സോഴ്സിൽ നിന്നുമായിരിക്കാം, അല്ലെങ്കിൽ പല പല അവസരങ്ങളായിട്ട് മണി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫൈനാൻഷ്യലി സംഭവിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ ചെറിയ ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ് ഇറ്റ് ഈസ് എ കൺഫർമേഷൻ ഫോർ യു. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ചില ആളുകൾക്ക് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കാൻ പോകുന്നത്. അത് ചില ആളുകൾക്ക് പുതിയ ജോബ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം, പുതിയൊരു ജോബ് പ്രപ്പോസൽ വരുന്നതായിരിക്കാം, ഓർ ചില ആളുകൾ മൾട്ടിപ്പിൾ സോഴ്സ് ഒന്ന് ഏൺ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ എ കൺഫർമേഷൻ ഫോർ യു. ഓക്കെ, ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഓർ ഈ വീഡിയോയുടെ ഒരു ക്യാപ്ഷൻ നിങ്ങൾക്ക് resonate ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ guys, this video found you. It's a very psychic message for you. Let's see what blessings are coming into your life financially. So നിങ്ങൾക്ക് ക്യാഷുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഇത്ര കാലമായിട്ട് നിങ്ങൾ ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില റിച്ച് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് ഇല്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെ, നിങ്ങൾ അകലിൽ നിന്ന് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ക്യാഷ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ക്യാഷ് വരുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാട് ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് ക്യാഷുമായിട്ടൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഉള്ള ഒരു ബോണ്ട് നിങ്ങൾക്ക് മണി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ക്യാഷിനോട് തോന്നുന്ന സമയത്ത്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലേക്ക് തോന്നുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു ബ്ലോക്ക് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് അത് നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ വളരെ നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ അവസരങ്ങൾ പോലും നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യലി സംഭവിക്കുന്നതിലേക്കാണ്. ചെറുതും വലുതുമായിട്ടുള്ള പല അവസരങ്ങളും ഉണ്ടാവുന്നുണ്ട്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കാം, ഓർ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ഇൻകം ചേഞ്ച് ആവുന്നതായിരിക്കാം, ഓർ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്രൂവൽസ് വേണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരുപാട് താമസമെടുക്കും എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം. ഒരു ക്യാഷ് അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് ഫോമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. അസറ്റ് ആയിട്ട് പല പല കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അതായത് വീട്, വാഹനം, ഓർണമെന്റ്സ്, ഓർ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി ആണ്, ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ കഴിവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു ജോബ് ചെയ്യുന്നുണ്ടായിരിക്കണം, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓർ നിങ്ങൾക്കൊന്നും എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യാം. അതായത് പണം എന്റെ ലൈഫിലേക്ക് പല വഴിയിൽ കൂടെ വരുന്നുണ്ട്, പല അവസരങ്ങളായിട്ട് എന്റെ ലൈഫിൽ വരുന്നുണ്ട്. മണി ഈസ് ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ് ത്രൂ മൾട്ടിപ്പിൾ സോഴ്സസ്. ഓക്കെ, സോ ഈ ഒരു അഫർമേഷൻ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഈ ഒരു അഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഫൈനാൻഷ്യലി സംഭവിക്കുന്നുണ്ട്. സോ ഫോക്കസ് മോർ ഓൺ മണി. ഓക്കെ, ഏൺ ചെയ്യുന്നതിലെ, സേവ് ചെയ്യുന്നതിലേക്കൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് മെയിൻ ആയിട്ട് ക്യാഷിനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരേണ്ടത്. ഓക്കെ, സോ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ക്യാഷുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എക്സാക്ട്ലി നിങ്ങൾ ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ചേഞ്ച് എന്ന് പറയുന്നത്, ഇത്ര കാലമായിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് ആയിരിക്കാം, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന പല പല കാര്യത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു
എക്സ്പീരിയൻസ് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളിലേക്ക് നോക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നത്. സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ, ചില ആളുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചില ടാലൻസ് ആണ് നിങ്ങൾ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴിയിൽ കൂടെ. സോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ എഫേർട്സും കൊടുക്കുന്നു, ആൻഡ് അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും മീഡിയ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ഓർ സോഷ്യൽ മീഡിയ ആയിരിക്കാം, മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു സമയം ജോബ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലോയേ ഇല്ല, ഒരു ഇൻകം വരുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്ന ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരിക, കിട്ടുന്ന ജോബിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, സോ ആദ്യം ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ല ഫേവർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ജോബ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്രൂവ് ആവുന്നതായിരിക്കാം, ഓർ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് സംഭവിക്കുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, ഓർ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവർ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോബിലേക്ക്, ക്യാഷിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കണം, ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെത്ര നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ആ ഒരു ഇന്റൻഷൻ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക. പക്ഷെ നിങ്ങൾ ക്യാഷിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ടാവുന്നത്. ഓക്കെ, കൂടുതൽ നിങ്ങളെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നോ, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ, നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തു നിന്നോ, നിങ്ങളുടെ ഫാമിലിന്നോ ഉള്ളൊരു ലിമിറ്റിംഗ് ബിലീഫ് നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുക എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ട്. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ട്. ഇമോഷൻസിനേക്കാളൊക്കെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ആക്ഷനിലേക്കാണ്, പ്രവൃത്തിയിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഈ സമയം ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബം വിട്ട് നിൽക്കേണ്ട വരുന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ വീട് വിട്ട് നിൽക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് ജോബിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു മാറ്റത്തിന് നല്ലതാണ്. ചില പ്ലേസിൽ നിന്ന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നതോ ഓർ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതോ നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സോ നിങ്ങൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുക, അവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിൽക്കുന്ന പ്ലേസിൽ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവിടെ ഇമോഷണലി കാര്യങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. സോ ചില ആളുകൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന രീതി, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന്റെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ കൊടുക്കുന്നത് ബാലൻസ് ചെയ്യുക, നിങ്ങൾ വാങ്ങുന്നതും ബാലൻസ് ചെയ്യുക. ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് സ്ലോലി കുറച്ചു കൊണ്ടുവരിക. കാരണം എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കടം വാങ്ങിച്ച് റോൾ ചെയ്ത് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഹാബിറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബാധ്യത ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് കൂടുതൽ കടങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കാം, അതിനൊക്കെ ഒരു കണക്ക് വെക്കാം. അത് നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ആളുകളോ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ബാലൻസ് ചെയ്യണം. നിങ്ങളുടെ ഹാബിറ്റ്സിൽ ഒരു മാറ്റം വരുത്തണം. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിൽ മാക്സിമം പിടിച്ചു നിർത്താൻ കൂടെ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ്, ചില ആളുകൾക്ക് സംഭവിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോബ് ചെയ്യാനും സാധിക്കുന്നുണ്ട്.
അവിടുന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ ആദ്യമായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പോവാണ്, ചില ആളുകൾ ആദ്യമായിട്ട് ഇൻകം വാങ്ങിക്കാൻ പോവാണ്, ക്യാഷ് ഏൺ ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് പ്രൗഡ് ആവാൻ പോകുന്ന ഒരു മൊമെന്റിലേക്കാണ് വരുന്നത്. ഓക്കെ, ഒരുപാട് ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു ഒറ്റ വാക്കാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയേണ്ടത്, നിങ്ങൾക്ക് ഒരു പെർമിഷൻസ് കൊടുക്കേണ്ടത്. കാരണം ഇത്ര കാലത്ത് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത്ര കാലം ജനിച്ചു വളർന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ചില കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഹെൽപ്പ് യുവർ സെൽഫ്. പുതിയ എക്സ്പെക്ടേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നോ, ഫൈനാൻഷ്യലി എന്ത് ഏൺ ചെയ്യാൻ തോന്നില്ല, ഇത്ര എനിക്ക് ഏൺ ചെയ്യില്ല നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കണം, പക്ഷെ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾ വെൽക്കം ചെയ്യാൻ നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾക്കത് എന്താണ്, എങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പുതിയ അവസരങ്ങൾ ഞാൻ എന്റെ ലൈഫിൽ, പുതിയ ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഞാൻ എന്റെ ലൈഫിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്നുള്ളത് പറയാം, കോൺസ്റ്റന്റ് ആയിട്ട് പറയാം. കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളെ പല സിറ്റുവേഷനും ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.